നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞ മുഹൂർത്തത്തിലാണ് ഞാൻ. മറ്റൊന്നുമല്ല, നിഖിലിനെക്കുറിച്ച് ഞാൻ വാർത്ത പുറത്തുവിട്ടിരുന്നു. അറിയാലോ, നിഖിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന +2 വിദ്യാർത്ഥി. സ്വന്തം അനുജന് അസുഖമായതിനാൽ അനുജനെ നോക്കി, അമ്മയ്ക്കും അസുഖമായ അമ്മയെ നോക്കി ജീവിക്കുന്ന ഒരു നിഖിലിൻ്റെ വാർത്ത ഞാൻ പുറത്തുവിട്ടിരുന്നു. അന്ന് നിഖിൽ എന്നോട് ആവശ്യപ്പെട്ട 2-3 കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ എനിക്ക് നടന്നു. അതിൽ വളരെ സന്തോഷമായി അന്ന് ഞാൻ വീഡിയോയും ചെയ്തിരുന്നു. അന്ന് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആവശ്യം നിഖിൽ എന്നോട് മുന്നോട്ട് വെച്ചിരുന്നു. ഈ കാര്യങ്ങൾ ഞാൻ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നീട് എൻ്റെ വാർത്ത കണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഈ വാർത്ത കണ്ട് ഇദ്ദേഹത്തെ നിഖിലിനെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് ഉറപ്പും എനിക്ക് നൽകി. ഇപ്പോൾ ആ ഉറപ്പ് പാലിച്ചിരിക്കുകയാണ്. സപ്പോർട്ട് കാരണം ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്യാൻ ഉറപ്പ് പാലിച്ചിരിക്കുന്ന മറ്റാരുമല്ല, 2 സിനിമ ആളുകളാണ് ആ നിഖിലിനെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നതും. അതിലിപ്പോൾ കാക്കിപ്പട ഉൾപ്പെടെയുള്ള സിനിമയുടെ ഷെബി ഡയറക്റ്റ് ചെയ്യുന്ന ഷാജി കൈലാസിൻ്റെ മകൻ നായകനാകുന്ന ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് ഈ സിനിമയിലേക്കാണ് ഇപ്പോൾ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നിഖിൽ അഭിനയിക്കാൻ ലൊക്കേഷനിലെത്തി അഭിനയിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഞാൻ ഇന്ന് അവിടെ എത്തിയില്ല, പക്ഷേ നമുക്ക് എൻ്റെ വിഷ്വൽസും എല്ലാം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഇന്ന് അവിടെ എത്തുകയും സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. ജോണി ആൻ്റണി ഒക്കെയുള്ള ഒരു സീനിലാണ് അഭിനയിച്ചതെന്നാണ് എനിക്ക് കിട്ടുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. എന്തായാലും അദ്ദേഹം അഭിനയിക്കാൻ എത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. നിഖിൽ ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്കും ഭാഗ്യമുണ്ട്. വാലിബൻ സിനിമ കാണണമെന്ന് പറഞ്ഞ് അന്ന് തന്നെ സിനിമ കാണിച്ചു. പിന്നീടാണ് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം പറഞ്ഞ് പിന്നീട് സുരേഷ് ഗോപി ചേട്ടന് അഭിനയിക്കാനുള്ള അവസരം നൽകാമെന്ന് ഈ 2 സിനിമത്തെ കാര്യം പറഞ്ഞു. സുരേഷ് ഗോപി ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയിലേക്ക് നിഖിലിനെ വിളിച്ചിരുന്നു. ആ കാര്യം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അറിയിക്കുകയാണ്. ആ വിളിച്ച 2 ദിവസവും എക്സാം ആയിരുന്നു. അതുകൊണ്ട് നിഖിലിന് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ പറ്റിയില്ല. എന്നാൽ മറ്റൊരു സിനിമയിൽ അവസരം നൽകുമെന്ന് ഉറപ്പും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ എക്സാം കഴിഞ്ഞിട്ട്, പഠിത്തം കഴിഞ്ഞിട്ട് അഭിനയം എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് ഞാനും മുന്നോട്ട് വെച്ചിരുന്നത്. അന്ന് എക്സാം ആയതുകൊണ്ട് സിനിമയ്ക്ക് അഭിനയിക്കാൻ പോകാൻ കഴിയാത്ത ഒറ്റപ്പാലത്തായിരുന്നു, പോകാൻ കഴിഞ്ഞില്ല എന്ന വാർത്തയെ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അറിയിക്കുകയാണ്. 2 പ്രാവശ്യം വിളിച്ചപ്പോൾ 2 ദിവസവും എക്സാമിൻ്റെ ഡേറ്റ് ആയിരുന്നു. പക്ഷേ ആർട്ടിസ്റ്റുകൾ ഉള്ള ദിവസങ്ങൾ തന്നെയാണ് നിഖിലിന് അവസരം നൽകിയത്. പക്ഷേ അതിൽ നിഖിലിന് ഭയങ്കര സങ്കടവും ദുഃഖവും ഉണ്ട്. ടീച്ചർമാർ ഉൾപ്പെടെ ഉള്ളവർ അത് അറിയിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു സിനിമയിലേക്ക് അവസരം ലഭിക്കുകയും ആ സിനിമയിൽ ഇന്ന് പോയി അഭിനയിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിരുന്നു. ആ ഫോട്ടോഷൂട്ട് നടത്തുകയും ഡയലോഗ് ഉൾപ്പെടെ നൽകിയിരുന്നു. ആ സിനിമയിലാണ് ഇന്നിപ്പോൾ നിഖിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിനുള്ള ആഗ്രഹങ്ങൾ ഫോണാണ്, ഐഫോൺ. അത് മൈജി നൽകാമെന്ന് അന്ന് എനിക്ക് ഉറപ്പ് നൽകിയത്. മാർച്ചിൽ എക്സാം കഴിഞ്ഞ ഫൈനൽ എക്സാം കഴിഞ്ഞ ശേഷം കൊടുക്കാമെന്ന് മൈജി ഉറപ്പ് നൽകി, ഷാജിക്ക ഉറപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ലാലേട്ടനെ കാണണമെന്നുള്ള ആവശ്യവും. അതും ലാലേട്ടൻ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കേരളത്തിൽ എത്തിയിട്ട് കാണാമെന്ന് ആ ഒരു ഉറപ്പും എനിക്ക് തന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിഖിലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുക. കാരണം ഞാൻ ജീവിതത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെ എല്ലാ ജോലിയും വീട്ടുജോലിയൊക്കെ ചെയ്തിട്ട് പൊട്ടിക്കരയുന്നത് വരെ ഇവരാരും കാണാതെ ഉള്ളിൽ പോയി ആണ് റൂമിൽ വാതിലടച്ചിട്ട് കരയുകയാണെന്ന് പറയുമ്പോൾ നിഖിൽ പറയും, ഞാൻ അഭിനയിക്കുകയാണ് ചേട്ടാ, അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ കഴിയും എന്ന് നിഖിൽ പറഞ്ഞിരുന്നു. ആ അഭിനയത്തിൻ്റെ മികവ് അദ്ദേഹം ഇന്ന് സിനിമയിൽ അഭിനയിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അദ്ദേഹം ഇന്ന് നിഖിൽ പറഞ്ഞിരുന്നു, ഇതിനെല്ലാം നന്ദി എന്നോടാണ് എന്ന് പറഞ്ഞു. ഞാൻ നിഖിലെ പറയുന്നു, എന്നോടെല്ലാം നന്ദി. ഇത് നിഖിലിനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് ലോകത്തെമ്പുള്ള. ആ മലയാളികളോടാണ് നന്ദി പറയേണ്ടത്. അവരെല്ലാം പ്രാർത്ഥനയാണ് ഇങ്ങനെ സിനിമയിലേക്ക് എത്താൻ പറ്റിയതെന്ന കാര്യത്തിൽ സംശയമില്ല. നിഖിൽ പറഞ്ഞ വാക്ക് പ്രകാരമാണ്. ഹലോ ഐദ്രിക്ക, നമസ്കാരം. സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇക്ക കാരണം എനിക്ക് സിനിമയിൽ മൂവി വേൾഡ് വീഡിയോ പിന്നെ ഇക്കയുടെ സപ്പോർട്ട് കാരണം ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് നന്ദി. ദൈവം ഇക്കാനെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതെന്ന് ഞാൻ അതിയെ ആശംസിക്കുന്നു. പേര് ഗ്യാങ്സ്റ്റർ ഓഫ് സുകുമാരക്കുറുപ്പ് എന്നാണ്. ആ സിനിമയിലാണ് എനിക്കൊരു ചെറിയൊരു വേഷം ചെയ്യാൻ ചാൻസ് കിട്ടിയത്. അപ്പം ഡയറക്ടറിൻ്റെ കൂടെയും ഒക്കെ നിൽക്കുന്ന, അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെയധികം ഒട്ടും അത്രയും നല്ലൊരു, എനിക്കത് എങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കണമെന്ന് അറിയില്ല, അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇവിടെ എല്ലാവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. തീർച്ചയായിട്ടും ഇവിടെ എന്താ പറയുക, നല്ലൊരു റോള് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന്, നല്ലൊരു റോൾ എനിക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കഴിയും, ഞാൻ വലിയ അഭിനേതാവാന്ന് ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്ന എത്രത്തോളമാണോ
അത് ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളമാണോ അത് ഞാൻ തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സ്പെഷ്യൽ മെൻഷൻ പറയാനുള്ള നമ്മുടെ മൂവി വേൾഡ് മീഡിയ ഹൈദരിക്കയാണ്. ഹൈദരിക്കയുടെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹം മാത്രമേ ഉള്ളൂ. ഹൈദരിക്കേനെ, ഹൈദരിക്കയുടെ കുടുംബത്തെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. അങ്ങനെയൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല. കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് അതിൽ ടെൻഷൻ വെക്കേണ്ട കാര്യമില്ല. സോ എനിക്ക് സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പം ഷെഫുകാരനെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് സിനിമ. അപ്പം തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ആദ്യത്തെ ചിലതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, ഫസ്റ്റിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമായിരിക്കും. അത് പക്ഷേ സ്റ്റാർട്ടിങ് ട്രബിളാണ്. അത് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പരിഹരിച്ച് തീർച്ചയായിട്ടും ഇനി എനിക്ക് സിനിമകൾ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല വലിയ ഇതാന്ന്. പക്ഷെ ഇനി അങ്ങനെ കിട്ടിയാൽ അതിന് ഞാൻ മാക്സിമം ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവൈസ് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ ചെയ്യും. എന്തായാലും എനിക്ക് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണെന്ന്, അതോടൊപ്പം തന്നെ എൻ്റെ മൂവി വേൾഡ് മീഡിയയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഒട്ടനവധി ആളുകൾ ഇത്തരം പ്രശ്നങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. എനിക്കറിയാം. ഇതിനു ശേഷം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട് സഹായങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനല്ല സഹായം ചെയ്യുന്നത്, മറ്റുള്ളവരാണ് സഹായം ചെയ്യുന്നത്. എൻ്റെ വാർത്തകൾ കണ്ടിട്ട് സഹായം ചെയ്യുന്നത്. അത്തരം മനസ്സുള്ളവരാണ് ഈ മലയാളികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിഖിൽ നല്ലൊരു നടനായി മാറുക. ഇനിയും ഒത്തിരി അവസരങ്ങൾ നിഖിലിന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു.